Good afternoon, all of you. Welcome back to chemistry class. Hope you are all fine in your home. So, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നെയിമിംഗ് ആണ് എടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. സോ we have to move on isomerism. Before that, we want to study two more topics, cyclic or ring compounds and functional groups. സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സിനെ കുറിച്ചും ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആൽക്കെയിൻസ് പഠിച്ചു, ആൽക്കീൻസ് പഠിച്ചു, ആൽക്കൈൻസ് പഠിച്ചു അല്ലേ? ഈ ഹൈഡ്രോ കാർബൺസ് എല്ലാം ഓപ്പൺ ചെയിൻ ആയിട്ടായിരുന്നു. കാരണം ആ ചെയിൻസിൻ്റെ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ ചെയിൻ്റെ രണ്ട് എൻഡും എന്താണ് ഓപ്പൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം കാർബൺ ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം സൈക്ലിക് കോമ്പൗണ്ട്സ് ഓൾസോ അല്ലേ? കാർബൺ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് സൈക്ലിക് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് മാത്രമല്ല സൈക്ലിക് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് സൈക്ലിക് കോമ്പൗണ്ട്സ്? സൈക്ലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ചെയിനുള്ള കോമ്പൗണ്ട്സിൻ്റെ രണ്ട് എൻഡ്സും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സൈക്ലിക് കോമ്പൗണ്ടായി അല്ലേ? അപ്പോൾ കാർബൺ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് സൈക്ലിക് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കാർബൺ എന്ന ചാപ്റ്ററിൽ നിങ്ങളത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. കാർബൺ ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം സൈക്ലിക് കോമ്പൗണ്ട്സ്. സൈക്ലിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. മെയിനായിട്ട് സൈക്ലിക് കോമ്പൗണ്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? First one is alicyclic compounds, and second one is aromatic compounds. Alicyclic compounds and aromatic compounds. നമുക്ക് ഈ രണ്ടിനെ കുറിച്ച് സൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യം മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് alicyclic compounds. Alicyclic compounds are cyclic hydrocarbons similar to open chain hydrocarbons like alkane, alkene, alkyne. ആൽക്കെയിൻസിൻ്റെ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽക്കെയിൻസിൻ്റെയും ആൽക്കീൻസിൻ്റെയും ആൽക്കൈൻസിൻ്റെയും ഒക്കെ പോലെ തന്നെയാണ് എന്ത് ഈ അലിസൈക്ലിക് കോമ്പൗണ്ട്സും. ഡിഫറൻസ് എന്താണ്? ഇവർ സൈക്ലിക് ആണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ആൽക്കെയിൻ എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡും കൂടി നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഒരു സൈക്ലിക് കോമ്പൗണ്ടായി. അല്ലെങ്കിൽ ഒരു ആൽക്കീൻ എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സൈക്ലിക് കോമ്പൗണ്ടായി. അപ്പോൾ ഇവരെന്താണ്? ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ഇവരെ പോലെ തന്നെയാണ്, പക്ഷേ സൈക്ലിക് ആണ് എന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് ഈ തന്നിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ ഷേപ്പാണിത് അല്ലേ? ഇത് സൈക്ലോപ്രൊപ്പെയിൻ ആണ്. ഇത് നോക്കി ഈ ഒരു കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ആ 3 കാർബൺ ആറ്റംസ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, സൈക്ലിക് ആണ് അല്ലേ? ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കാർബൺ ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 വാലൻസീസ് നെക്സ്റ്റ് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റംസുമായിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇലക്ട്രോൺസ്. ദെൻ റിമൈനിങ് 2 വാലൻസീസ് ഹൈഡ്രജനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ ഹൈഡ്രജനും അല്ലേ, എല്ലാ കാർബൺ ആറ്റംസും. അപ്പോൾ ഇവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്, അതുപോലെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമുക്കറിയാം 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താ നമ്മൾ എടുക്കുക? ഏതാണ്? മീത്ത്, ഈത്, പ്രൊപ്പ് അല്ലേ? പ്രൊപ്പാണ് വേർഡ് റൂട്ട്. പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ആകുമ്പോൾ നമ്മൾ സഫിക്സ് എന്താ എടുക്കുക? എയിൻ എന്നാണ് എടുക്കുക. അപ്പോൾ ഇതൊരു പ്രൊപ്പെയിൻ ആണ് അല്ലേ? 3 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്, സിംഗിൾ ബോണ്ട് ആണ് എല്ലാം. അപ്പോൾ ഇത് പ്രൊപ്പെയിൻ ആണ്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം? സാധാരണ പ്രൊപ്പെയിൻ പോലെയല്ല, ഇത് സൈക്ലിക് ആണ്. സാധാരണ പ്രൊപ്പെയിൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? CH3, CH2, CH3 എന്നാണ് എഴുതുക അല്ലേ? പക്ഷേ ഇവിടെ സൈക്ലിക് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് പറയും? സൈക്ലോപ്രൊപ്പെയിൻ എന്ന് പറയും. അപ്പോൾ സാധാരണ പ്രൊപ്പെയിനെ ഒന്ന് സൈക്ലിക് ആയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈക്ലോപ്രൊപ്പെയിൻ. അപ്പം ഹൈഡ്രജൻ്റെ നമ്പറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും സൈക്ലോപ്രൊപ്പെയിൻ ആകുമ്പോൾ. കാരണം 2 ഭാഗം കൂടി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈഡ്രജൻ്റെ കുറവ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്നല്ല 2 ഹൈഡ്രജൻ്റെ കുറവാണ് അവിടെ വരിക. 2 കാർബൺ ആറ്റം കൂടി ജോയിൻ ആവില്ലേ? അപ്പോൾ ഇതാണ് സൈക്ലോപ്രൊപ്പെയിൻ. 3 കാർബൺ ആറ്റംസ് ഉണ്ട്, അതുകൊണ്ട് ഇതിനെ പ്രൊപ്പെയിൻ എന്ന് വിളിക്കാം. സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോപ്രൊപ്പെയിൻ. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കൂ. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
4 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ, 4 കാർബൺ ആറ്റംസ് ഉണ്ട്, ഒരു സ്ക്വയർ ഷേപ്പിലാണ്. 4 കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് മാത്രമല്ല, അതിൽ 1 ബോണ്ട് എന്താണ്, ഡബിൾ ബോണ്ടാണ്, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ടാണ്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇതൊരു ആൽക്കീനാണ് അല്ലേ, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ആൽക്കീനാണ്. പിന്നെ 4 കാർബൺ ആറ്റംസ് ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് എന്താണ്, വേർഡ് റൂട്ട് എന്ന് പറയുന്നത് മീത്ത്, ഈത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലേ, ബ്യൂട്ടാണ് വേർഡ് റൂട്ട്. പിന്നെ സഫിക്സ് എന്ത് വരും, ഇവിടെ ആൽക്കീനാണ്, അപ്പോൾ സഫിക്സ് ആയിട്ട് വരിക ഈനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബ്യൂട്ട് പ്ലസ് ഈൻ, ബ്യൂട്ടീൻ എന്ന് പറയാം, ബ്യൂട്ടീനാണ് അല്ലേ. പിന്നെന്താണ്, ഇത് സൈക്ലിക് ആണ്, സൈക്ലിക് ആകുമ്പോൾ എന്താ പറയുക, സൈക്ലോ ബ്യൂട്ടീൻ. എന്താണ്, സൈക്ലോ ബ്യൂട്ടീൻ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കാർബണിൻ്റെയും 4 വാലൻസീസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, സൈക്ലോ ബ്യൂട്ടീൻ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇതിലും 4 കാർബൺ ആറ്റംസ് ആണുള്ളത് അല്ലേ, 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ദെൻ എല്ലാ ബോൺസും സിംഗിൾ ബോൺസ് ആണ്, ഡബിൾ ബോണ്ട് ഇല്ല, ട്രിപ്പിൾ ബോണ്ട് ഇല്ല അല്ലേ, എല്ലാ ബോൺസും സിംഗിൾ ബോണ്ടാണ്. എല്ലാം സിംഗിൾ ബോണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊരു ആൽക്കെയിൻ ആണെന്ന് അർത്ഥം അല്ലേ, ആൽക്കെയിൻ ആണ്. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ആണ്, 4 കാർബൺ ആറ്റംസ്. ദെൻ വേർഡ് റൂട്ട് എന്താണ്, വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടാണ് അല്ലേ, മീത്ത്, ഈത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. അപ്പോൾ 4 കാർബൺ ആറ്റംസ് ആകുമ്പോൾ ഇത് ബ്യൂട്ടാണ്. പിന്നെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ എന്താണ് സഫിക്സ് ചേർക്കേണ്ടത്, എയിൻ എന്നാണ് ചേർക്കേണ്ടത് അല്ലേ, ബ്യൂട്ടെയിൻ. അപ്പോൾ ഇത് സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും, സൈക്ലോ ബ്യൂട്ടെയിൻ എന്ന് പറയും, സൈക്ലോ ബ്യൂട്ടെയിൻ. അങ്ങനെയാണെങ്കിൽ സൈക്ലോ ബ്യൂട്ടെയിനും തമ്മിൽ എന്താ ഡിഫറൻസ്, എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്, ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഡിഫറൻസ് ആണുള്ളത് അല്ലേ. ഇതൊരു ആൽക്കീനാണ്, ഇത് സൈക്ലോ ആൽക്കീനാണ്, ഇത് സൈക്ലോ ആൽക്കെയിൻ ആണ്. അപ്പോൾ സൈക്ലോ ബ്യൂട്ടീൻ, സൈക്ലോ ബ്യൂട്ടെയിൻ. അപ്പോൾ ഇത് അലിസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾ വരച്ച് പഠിക്കുക. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ ഇനി ചെയ്യാം. അപ്പം അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജസ്റ്റ് സാധാരണ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇതൊക്കെ തന്നെ എന്തായിട്ട് എഴുതിയിട്ടുള്ളതാണ്, സൈക്ലിക് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് സൈക്ലിക് കോമ്പൗണ്ട് ആണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. Aromatic compounds are cyclic compounds having their own aroma. Aroma എന്ന് പറഞ്ഞാൽ സ്മെല്ല് എന്നാണ് അർത്ഥം, നല്ല സ്മെല്ല്. അപ്പം ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരെല്ലാം നല്ല സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും, നല്ല അരോമ ഉണ്ടായിരിക്കും ഇവർക്ക്. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് നെയിം വന്നത്, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന പേര് വരാൻ കാരണം. അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിങ് ദെയർ ഓൺ അരോമ. ഓരോ കോമ്പൗണ്ട്സിനും അവരുടേതായൊരു സ്മെല്ല് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അരോമ എന്ന വേർഡിൻ്റെ മീനിങ് ആണ് സ്മെല്ല്, നല്ല സ്മെല്ല്. അപ്പോൾ ബെൻസീൻ ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് ഹാവിങ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഒരുപാട് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ബെൻസീൻ. ബെൻസീൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, ബെൻസീൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്, 1 2 3 4 5 6 അല്ലേ, 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അതിലെന്താണ്, ഇതെല്ലാം 6 കാർബൺ ആറ്റംസ് ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അല്ലേ, ഒരു ഡബിൾ ബോണ്ട് ദെൻ സിംഗിൾ ബോണ്ട് ദെൻ ഡബിൾ ബോണ്ട് ഒരു സിംഗിൾ ബോണ്ട്, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഓരോ കാർബൺ ആറ്റംസ് എടുത്തു കഴിഞ്ഞാലും ഈ ഫസ്റ്റ് കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1 വാലൻസി ഈ കാർബണുമായിട്ടും 2 വാലൻസി ഈ ഒരു കാർബണുമായിട്ടും ദെൻ റിമൈനിങ് 1 വാലൻസി ഈ ഒരു ഹൈഡ്രജനുമായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാ കാർബണും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ 6 കാർബൺ ആറ്റംസ് ഉള്ള ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് ബെൻസീൻ. ബെൻസീനിൻ്റെ ഫോർമുല എന്താണ്, മോളിക്കുലാർ ഫോർമുല എത്ര കാർബൺ ആണ്, 6 കാർബൺ ആണുള്ളത്. ഹൈഡ്രജൻ എത്ര ഉണ്ട്, 1 2 3 4 5 6. അപ്പം മോളിക്കുലാർ ഫോർമുല C6H6 എന്ന് വരും, C6H6. അപ്പോൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിങ് ദെയർ ഓൺ അരോമ, സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് ആണ്. ബെൻസീൻ ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് ഹാവിങ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഈസ് C6H6. ബെൻസീൻ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ, ബെൻസീൻ വരയ്ക്കാൻ പഠിക്കണം. മോളിക്കുലാർ ഫോർമുല C6H6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കഴിഞ്ഞു, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നെയിമിംഗ് എന്ന സെക്ഷൻ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇതുവരെ ഓപ്പൺ ചെയിൻ്റെ നെയിമിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇത് ഹയർ ക്ലാസ്സുകളിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്.
അപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഐസോമറിസം നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന നെയിമിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പം അതിൽ ഹൈഡ്രജനും കാർബണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിലും ഹൈഡ്രജനും കാർബണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. But carbon and hydrogen are not only the elements present in organic compounds. There are other atoms groups of atoms present in the place of hydrogen. അത് കാർബണും ഹൈഡ്രജനും മാത്രമല്ല എന്തിലുള്ളത്, ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ളത്. There are other atoms and groups of atoms present in the place of hydrogen. ഹൈഡ്രജൻ്റെ പ്ലേസിൽ വേറെ ഏതെങ്കിലും ആറ്റംസോ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ ഗ്രൂപ്പ്സോ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജന് പകരം ഒരു ഗ്രൂപ്പ് വേറൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. അതിന് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരും. അപ്പോൾ ദ പ്രസൻസ് ഓഫ് സർട്ടെയിൻ ആറ്റംസ് ഓർ ഓർഗാനിക് ഗ്രൂപ്പ്സ് ഇമ്പാർട്ട് സർട്ടെയിൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ടു ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദേ ആർ കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജന് പകരം വേറൊരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ആറ്റം ഗ്രൂപ്പോ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഒരു കോമ്പൗണ്ടിന് സ്പെഷ്യലായിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് വരും. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ CH4 എന്ന് പറയുന്നത് മീതെയിൻ ആണ് അല്ലേ. കാർബണും 4 ഹൈഡ്രജനും, ഒരു കാർബൺ ആയതുകൊണ്ട് മീതെയിൻ അല്ലേ. അപ്പോൾ മീതെയിൻ്റെ സ്ട്രക്ചറാണ് CHHHH. അപ്പോൾ ഈ CH4 എന്ന് പറഞ്ഞാൽ മീതെയിനാണ്. ഇതിലെ ഒരു ഹൈഡ്രജൻ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH എന്നൊരു ഗ്രൂപ്പ് വന്നു. നേരത്തെ പറഞ്ഞല്ലോ ആറ്റമോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പുകളോ. അപ്പോൾ ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഉള്ള ഒരു ആറ്റം ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഒരു OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മീതെയിൻ എന്തായിട്ട് മാറി, മെഥനോളായിട്ട് മാറി. അപ്പോൾ മീതെയിനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല മെഥനോളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ മീതെയിനിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് പുതിയൊരു കോമ്പൗണ്ടായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതുപോലെ നോക്കൂ HCOOH എന്ന് പറഞ്ഞാൽ മെഥനോയിക് ആസിഡ് ആണ്. ഇവിടെ COOH എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. കാരണം ഇവിടെ ഒരു കാർബൺ ആണുള്ളത്, അതുകൊണ്ടാണ് മെത്ത് കൊടുത്തത്. അപ്പോൾ അത് മെഥനോയിക് ആസിഡ് ആണ് ഈ കോമ്പൗണ്ടിൻ്റെ നെയിം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ COOH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് സർട്ടെയിൻ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇമ്പാർട്ട് സർട്ടെയിൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ടു ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദേ ആർ കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജന് പകരം വേറെ ഏതെങ്കിലും ആറ്റംസോ ഗ്രൂപ്പ്സോ വരുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് മാറുന്നു. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ്സാണ് പഠിക്കാനുള്ളത്. 4 ഫങ്ഷണൽ ഗ്രൂപ്പ്സാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ 2 എണ്ണം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ OH ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ദി കോമ്പൗണ്ട്സ് ഹാവിങ് OH ആസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോമൺലി കോൾഡ് ആൽക്കഹോൾസ്. OH എന്ന ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ പൊതുവായിട്ട് ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾസ്. ഇപ്പം CH3OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടാണ്. അതായത് നമ്മുടെ മീതെയിനിൽ ഒരു ഹൈഡ്രജനെ OH റീപ്ലേസ് ചെയ്തു അല്ലേ, CH3OH. ഇത് മെഥനോളാണ്. മെഥനോള്
ഇനി അടുത്ത നോക്കൂ CH3CH2OH CH3CH2OH അതായത് നമ്മുടെ ഈഥെയിനാണ് CH3CH3 എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു OH വന്നു. അപ്പോൾ CH3CH2OH എന്താണ്? എത്തനോളാണ്. എത്തനോൾ 2 കാർബൺ അല്ല, അപ്പോൾ എത്തനോൾ. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ആണ്. OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുമ്പം ആ കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽക്കഹോൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇവരുടെ ആൽക്കഹോൾസിന് പേര് കൊടുക്കുമ്പോഴൊക്കെ നെയിം ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. The naming of alcohol is done by replacing E from the name of corresponding alkane with ol. നമുക്കറിയാം ഇപ്പോൾ മീതെയിൻ, ഇവിടെ നമ്മളിപ്പോൾ മീതെയിൻ ആണ് CH4, അതിലൊരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് OH വന്നപ്പോൾ അത് മെത്തനോളായിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആയിട്ടുള്ള മീതെയിനിൻ്റെ E നമ്മൾ ഒഴിവാക്കിയിട്ട് ഓൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആൽക്കെയിനിൻ്റെ E നമ്മൾ ഒഴിവാക്കിയിട്ട് ഓൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൽക്കനോളായി. ആൽക്കെയിനിൽ നിന്ന് E ഒഴിവാക്കുക, ഓൾ ആഡ് ചെയ്യുക, അപ്പോൾ ആൽക്കനോൾ. ഇപ്പോൾ ഈഥെയിൻ വന്നു കഴിഞ്ഞാൽ ഈഥെയിനിൽ ഈഥെയിനിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് OH വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് നെയിം കൊടുക്കുക? ഈഥെയിൻ എന്നുള്ളതിൽ E ഒഴിവാക്കുക, ഓൾ ആഡ് ചെയ്യുക, അപ്പോൾ എത്തനോൾ. ഈഥെയിൻ പ്ലസ് ഓൾ എത്തനോൾ. അതുപോലെ മെത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ അങ്ങനെ വരും. അങ്ങനെയാണ് നമ്മൾ ആൽക്കഹോളുകൾക്ക് എന്ത് കൊടുക്കുക? നെയിം കൊടുക്കുന്നത്. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽക്കഹോൾസ് എന്നാണ് പറയുക. ആൽക്കഹോളിന് നെയിം ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആൽക്കെയിനിലെ E ഒഴിവാക്കിയിട്ട് അവിടെ ഓൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. 2 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നോക്കൂ. See the compounds given below. CH3CH2CH2OH അല്ലേ? അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താ വരിക? കാർബൺ ആറ്റംസ് എത്രയുണ്ട്? 1 2 3 കാർബൺ ആറ്റംസ്. ദെൻ ഹൈഡ്രജൻ ആറ്റംസ് 3 + 2 + 2 + 1 8 അല്ലേ? അപ്പോൾ C3H8. ദെൻ ഓക്സിജൻ 1, അപ്പോൾ C3H8O. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല C3H8O ആണ്. Then if so, what about this compound? CH3CHOH CH3. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതി കഴിഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 കാർബൺ ആറ്റംസ്. ദെൻ ഹൈഡ്രജൻ ആറ്റംസ് 3 + 1 + 3 + 1 3 + 3 6 6 + 1 7 7 + 1 8. അപ്പോൾ C3H8 ഓക്സിജൻ 1 H8O. അപ്പോൾ ഈ 2 കോമ്പൗണ്ട്സിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അല്ലേ? പക്ഷേ ഈ കോമ്പൗണ്ട് സെയിം ആണോ? നോക്കിയേ നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ OHൻ്റെ പൊസിഷനിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് രണ്ടും ഒരിക്കലും ഒരേ കോമ്പൗണ്ട് അല്ല, പക്ഷേ മോളിക്കുലാർ ഫോർമുല ഒന്നാണ്. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കും. കാർബൺ ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3. ഇതിലും 3 കാർബൺ ആറ്റംസ്, ഇതിലും 3 കാർബൺ ആറ്റംസ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വേർഡ് റൂട്ട് എടുക്കുമ്പോൾ പ്രൊപ്പെയിൻ ആണ് വരിക അല്ലേ? അതിൽ നമ്മൾ എന്ത് ചെയ്യും? OH ഫങ്ഷണൽ ഗ്രൂപ്പ് 2 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഓള് ചേർക്കണം. അപ്പോൾ പ്രൊപ്പനോൾ എന്ന് കിട്ടും നമുക്ക്. പക്ഷേ ഇത് രണ്ടും ഒന്നല്ല അല്ലല്ലോ. ഇവിടെ രണ്ടിലും OHൻ്റെ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രാഞ്ച് വരുന്ന ഹൈഡ്രോ കാർബണുകൾക്ക് നെയിം ചെയ്തപ്പോൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ചെയിനിന് നമ്പർ കൊടുക്കണം. അപ്പം ഏതിലാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ അതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന്. While writing the IUPAC name of compounds containing functional groups, the position of functional group is to be added. ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ കൂടി നെയിമിൽ ആഡ് ചെയ്യണം. ലൈക്ക് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ്. The carbon atoms having the functional group should be given the lowest number. ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള CH3CH2CH2OH ഇത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ആറ്റംസിന് മാത്രമേ ചെയിനിൽ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഒരു OH കിടക്കുന്നുണ്ട്, പക്ഷേ അതിൽ കാർബൺ ഇല്ലല്ലോ, അപ്പോൾ അതിന് നമ്പർ ചെയ്യരുത് കേട്ടോ. നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുക്കുന്ന കാർബൺ ചെയിനിന് കാർബണിന് മാത്രമേ നമ്പർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3. അപ്പോൾ തേർഡ് കാർബണിലാണ് OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാർബൺ 1 ആണ്. 1 2 3.
അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് കാർബണിലാണ് OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് കാർബണിനാണ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? അപ്പോൾ ഇതിൻ്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പ്രൊപ്പാണെന്നറിയാം. അപ്പം പ്രൊപ്പൻ 1 ഓൾ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പറയുക. പ്രൊപ്പൻ 1 ഓൾ. പ്രൊപ്പെയിൻ എന്നല്ല എടുത്തിരുന്നത്. അപ്പോൾ പ്രൊപ്പെയിനിൽ ഈ ഒഴിവാക്കിയിട്ട് ഓള് ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനും. അപ്പോൾ പൊസിഷൻ 1 ആണ്. അപ്പോൾ പ്രൊപ്പൻ 1 ഓൾ. പിന്നെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും നമ്പർ എഴുതിയിട്ട് നമ്പറിനെയും അതുപോലെ ലെറ്ററിനെയും എന്ത് ചെയ്യണം, ഒരു ഐഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഐഫൺ ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ തെറ്റാണ്. അതാണ് പ്രൊപ്പൻ -1 ഓള്. 2 ഐഫൺ വരണം ഇങ്ങനെ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3, റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിലും 1 2 3, എങ്ങനെയാണെങ്കിലും സെക്കൻഡ് കാർബണിൽ തന്നെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഏത് രീതിയിലും നമ്പർ ചെയ്യാം. അപ്പോൾ ഇതും പ്രൊപ്പാണ് വേർഡ് റൂട്ട് അല്ലേ. രണ്ടാമത്തെ കാർബണിലാണ് നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പം നെയിം എങ്ങനെ വരും? പ്രൊപ്പൻ 2 ഓൾ. വളരെ സിമ്പിളാണ്. നിങ്ങൾ കൂടുതലൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പം അത് ആൽക്കഹോളാണ്. അപ്പോൾ നമ്മൾ നെയിമിൻ്റെ കൂടെ ആൽക്കെയിനിൽ ഈ ഒഴിവാക്കി ഓള് ചേർക്കുകയാണ് ചെയ്യുക. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്രാഞ്ചിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന് പൊസിഷൻ നമ്മൾ കണക്കാക്കുമ്പം ലോവസ്റ്റ് നമ്പർ കാർബൺ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് പ്രൊപ്പൻ 1 ഓളാണ്, ഇത് പ്രൊപ്പൻ 2 ഓളാണ്. ദെൻ അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പഠിച്ചു. സെക്കൻഡ് വൺ ഈസ് കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് COOH ആണ്. COOH. Compounds with functional groups COOH are known as carboxylic acid. COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ട്സിൽ ഉണ്ടെങ്കിൽ അതിനെന്താ പറയുക? കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ് പറയുക. കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് COOH are known as carboxylic acids. While writing the IUPAC name of these compounds, the name of the main chain is terminated with the suffix oic acid. അപ്പം ഈ COOH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ അതിൻ്റെ അതെവിടെയാണ് നമ്മൾ നെയിം അവസാനിക്കുന്നത്? ഓയിക് ആസിഡ് എന്ന സഫിക്സിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആൽക്കഹോൾ ആയപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയപ്പോൾ ഓൾ എന്ന് ചേർത്തില്ലേ, അതേപോലെ ഇവിടെ വരിക ഓയിക് ആസിഡ് എന്നാണ്. അപ്പം ഒരു ആൽക്കെയിനിൽ ഒരു ഹൈഡ്രജന് പകരം COOH ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ആൽക്കെയിനിലെ ഈ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ് ചേർക്കും. അപ്പോൾ എന്ത് വരും? ആൽക്കെയിൻ പ്ലസ് ഓയിക് ആസിഡ് ഗീവ്സ് ആൽക്കനോയിക് ആസിഡ്. ആൽക്കനോയിക് ആസിഡ് എന്ന് പറയും. ആൽക്കെയിൻ പ്ലസ് ഓയിക് ആസിഡ് ആൽക്കനോയിക് ആസിഡ്. അപ്പോൾ കോമ്പൗണ്ട്സ് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആർ നോൺ ആസ് കാർബോക്സിലിക് ആസിഡ്സ്. നേരത്തെ OH ഉള്ളത് ആൽക്കഹോൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആണ്. COOH ഗ്രൂപ്പ് ഉള്ളത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. While writing IUPAC names of these compounds, the name of the main chain is terminated with the suffix oic acid. oic acid. Alkane plus oic acid, alkanoic acid. ഒരു എക്സാമ്പിൾ നോക്കൂ. CH3COOH. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കാർബൺ ആറ്റംസിന് നമ്പർ കൊടുക്കുക. ഇവിടെ CH3 ഒരു കാർബൺ ആറ്റം ഉണ്ട്, COOH ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുകളിലും കാർബൺ ആറ്റം വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതുകൂടി നമ്മൾ മെയിൻ ചെയിനിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത് 2 കാർബൺ ആറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ വേർഡ് റൂട്ട് വരിക ഈത്ത് എന്നാണ് അല്ലേ. ദെൻ ഇതൊരു ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് സഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത് ഓയിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? എത്തനോയിക് ആസിഡ്. CH3COOH എന്ന് പറഞ്ഞാൽ എത്തനോയിക് ആസിഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാർബൺ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ മെയിൻ ചെയിനിൽ അതിനെ കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്പർ നമ്മൾ കാർബൺ എണ്ണുമ്പം ഈ കാർബണിനെ കൂടി എണ്ണണം. അങ്ങനെയാണ് 2 കാർബൺ വന്നത്. അതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പം ഈഥെയിനിൽ നിന്ന് ഈ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ് ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എത്തനോയിക് ആസിഡ് എന്ന് കിട്ടി. ഈ നെക്സ്റ്റ് വൺ HCOOH. ഈ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു കാർബൺ ആണുള്ളത്. ഒരു കാർബൺ ആകുമ്പോൾ നമുക്കറിയാം ഏതാണ് വേർഡ് റൂട്ട്? മീതാണ് അല്ലേ. മീത് പ്ലസ് ഓയിക് ആസിഡ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡാണിത്. അപ്പോൾ ഇത് എത്തനോയിക് ആസിഡ്, ഇത് മെത്തനോയിക് ആസിഡ്. ഈ എത്തനോയിക് ആസിഡ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിനാഗിരി എന്താണ്? എത്തനോയിക് ആസിഡ് ആണ് കേട്ടോ.
If the functional group contain a carbon atom, that carbon atom should be treated as a part of main chain. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ മെയിൻ ചെയിനിൽ അതുകൂടി കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ നമ്പർ കണക്കാക്കി വേർഡ് റൂട്ട് കണ്ടെത്താൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, CH3CH2COOH. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 കാർബൺ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേർഡ് റൂട്ട് പ്രൊപ്പാണ് വരിക അല്ലേ? പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ അതൊന്ന് ഈ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? COOH ഉള്ളത് കൊണ്ട് ഓയിക് ആസിഡ് എന്ന സഫിക്സ് ആണ് ചേർക്കുക. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് വരും അല്ലേ? പ്രൊപ്പനോയിക് ആസിഡ്. അപ്പം ഇങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിനെ നെയിം ചെയ്യുക. കൂടുതൽ നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞു വരുമ്പോൾ ഇത് കുറേ കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇന്ന് 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സാണ് ഡിസ്കസ് ചെയ്തത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സും അതുപോലെ ഏതാണ് കാർബോക്സിലിക് ഗ്രൂപ്പും. ഇനി നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളാണുള്ളത്? നമുക്കിനി ഹാലോ ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ട്. അത് രണ്ടും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ കുറച്ച് ഇന്നെടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് തെറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഹോംവർക്കുകളും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിലിരിക്കുക. ഓക്കെ, താങ്ക് യു.